ഒട്ടനവധി കലാകാരന്മാർ പിറവികൊണ്ട നാടാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. OV റാഫേൽ, റാണി റാഫേൽ ദമ്പതികളുടെ മകനായി തിരുവനന്തപുരത്ത് ഒള്ളാട്ടുപുറം കുടുംബത്തിലായിരുന്നു ശ്രീ റോണി റാഫേലിൻ്റെ ജനനം. എറണാകുളം വടക്കൻ പറവൂർ സ്വദേശി OV റാഫേൽ എന്ന OVR ഒരു കാലത്ത് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും 3000-ലധികം ഗാനങ്ങൾ OVR എന്ന പ്രതിഭയിലൂടെ നാം ശ്രവിക്കുകയും ചെയ്തു. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയി. ശ്രീ റോണി റാഫേലിൻ്റെ മാതാവ് റാണി റാഫേലും ഒട്ടനവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് സംഗീതരംഗത്ത് ഇന്നും സജീവമാണ് ശ്രീ റോണി റാഫേൽ. നിരവധി ഭക്തിഗാനങ്ങൾക്കും പരസ്യചിത്രങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കും സംഗീതമൊരുക്കിയ ശ്രീ റോണി റാഫേലിൻ്റെ അനുഭവങ്ങളും പ്രാർത്ഥനയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാളയത്താണ്. അതായത് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് പാളയം. അറിഞ്ഞുകൂടാത്തവരാരും ഉണ്ടാവില്ല. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം. സംഗീത കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഡാഡിയുടെ പേര് OVR എന്നാണ്, OV റാഫേൽ എന്നാണ്, OVR എന്നാണ് അറിയപ്പെടുന്നത്. മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ മമ്മിയുടെ പേര് റീറ്റ ജോസഫ് എന്നാണ്. മമ്മിയും ഹെഡ്മിസ്സസ് ആയിട്ടാണ് റിട്ടയർ ചെയ്തതെങ്കിലും മമ്മിയും പാട്ട് ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ സംഗീത കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം. ഡാഡിയുടെ ബ്രദേഴ്സ് ആണെങ്കിലും എല്ലാവരും പാട്ടുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് തന്നെയാണ്. അവരെല്ലാവരും എറണാകുളത്താണ്, പറവൂരാണ് തറവാടൊക്കെ. പക്ഷേ ഡാഡി വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിലായി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പഠനം എല്ലാ കാര്യങ്ങളും ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് എൻ്റെത് നടന്നതെല്ലാം. ഞങ്ങൾ 3 പേരാണ്. ഞാനാണ് അതിൽ ഏറ്റവും മൂത്തത്. രണ്ടാമത്തെ ആൾ അനിയത്തിയാണ്, റൈണ എന്നാണ് പേര്. പക്ഷേ അവൾ 92 മരിച്ചുപോയി. അസുഖമായിരുന്നു. ജനിച്ചപ്പോഴേ ഉള്ളതല്ല, ജനിച്ചു കഴിഞ്ഞ് ഫിറ്റ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ 92 മരിച്ചുപോയി. പിന്നെയുള്ള അനിയത്തിയുടെ പേര് റിൻഡ എന്നാണ്. അവൾക്കും സുഖമില്ല, ഡൗൺ സിൻഡ്രം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മമ്മി ഈ പറഞ്ഞതുപോലെ 2020 ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മമ്മി ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ദാസാറിൻ്റെ പാട്ടൊക്കെ എഴുതാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മമ്മിയുടെ പാട്ട് ഞാനും കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സംഗീത കുടുംബത്തിലായിരുന്നത് കൊണ്ട് ഞാൻ കൊച്ചിലേ തൊട്ട് കേട്ട് വളർന്നതെല്ലാം കൂടുതലും ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ്. അത് ഡാഡിയുടെ പാട്ടുകൾ തന്നെയാണ്. ഡാഡിയുടെ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞാൽ പലർക്കും ഇപ്പോഴും പള്ളികളിലൊക്കെ ഒത്തിരി പാടുന്ന ഗാനങ്ങളാണ്. കനിവോടെ സ്വീകരിക്കണമേ തൊട്ട് ഗാഗുൽ താമലയിൽ നിന്നും അങ്ങനെ ഒട്ടനവധി പാട്ടുകളുണ്ട് ഡാഡിയുടേത്. സിനിമയിലേക്ക് പലരും ഡാഡിയുടെ ക്ഷണിച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്ക് പോകാൻ അധികം താല്പര്യം ഡാഡി കാണിച്ചിരുന്നില്ല. ഡിവോഷണൽ രംഗത്തേക്ക് തന്നെയാണ് കൂടുതൽ നിന്നത്. എന്നാൽ സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ചിത്രചേച്ചിയെ ആദ്യമായിട്ട് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിത്രചേച്ചിയുടെ 12ാം വയസ്സിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളുമൊക്കെ ഡാഡി ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ദേവരാം മാഷ് ഒത്തിരി പ്രാവശ്യം ഡാഡീനെ സിനിമയിലൊക്കെ ക്ഷണിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒരു താല്പര്യം ഡാഡിക്ക് ഉണ്ടായില്ല. ഡാഡിയുടെ നിയോഗം യേശു നിയോഗിച്ചത് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലാണ് ഡാഡി കോൺസെൻട്രേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ലത്തീൻ പാട്ട് കുർബാന പോലും 14 വർഷം എടുത്ത് ആ കുർബാന ഗാനരൂപത്തിലാക്കിയതൊക്കെ ആ നിയോഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഡാഡി. അപ്പോൾ ആ സംഗീതമാണ് എന്നിലേക്ക് പകർന്നു തന്നത്.
എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് ഡാഡി തന്നെയാണ്. അതിനുശേഷം ഞാൻ പല ഗുരുക്കന്മാരുടെയും കീഴിൽ ഞാൻ അഭ്യസിച്ചു. എനിക്ക് പാട്ടിനെക്കാട്ടിയും കൂടുതൽ താല്പര്യം ഹാർമോണിയം, കീബോർഡ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കൊച്ചിലേ തൊട്ടേ വീട്ടിൽ കീബോർഡുണ്ട്. ആ കീബോർഡ് വെൽസൺ എന്നാണ് ആ കീബോർഡിൻ്റെ പേര്. അത് ഏകദേശം 3-4 പേര് വേണം അത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ. അത് കേരളത്തിലെ തന്നെ ആദ്യത്തെ കീബോർഡാണത്. എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവനുസരിച്ച് ദാസാറ് മേടിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് മേടിക്കുന്നത് ഡാഡിയാണ്. അപ്പോൾ പഴയ എല്ലാ കലാകാരന്മാർക്കും അറിയാം, ഇവിടം തൊട്ട് കാസർഗോഡ് വരെയുള്ള പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഈ കീബോർഡ് പലവരും വന്ന് എടുത്തുകൊണ്ട് പോയ, ഇന്നത്തെ പ്രഗത്ഭരായ ആൾക്കാർ ക്യൂ നിന്ന് ആ കീബോർഡ് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. ആ കീബോർഡ് ഇന്നും സൂക്ഷിച്ചിരിപ്പുണ്ട്. പക്ഷെ അത് വർക്കിംഗ് കണ്ടീഷനല്ല. ആ കീബോർഡിലാണ് ഞാൻ ആദ്യമായി വായിച്ച് പഠിക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, വേറെ ഗുരുക്കന്മാരുടെ കീഴിൽ ഞാൻ സംഗീതം അഭ്യസിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ഞാൻ ആദ്യം ആയിട്ട് സ്റ്റേജിൽ കയറുന്നത് 2ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ഞാൻ LKG തൊട്ട് 4ാം ക്ലാസ് വരെ ട്രിവാൻഡ്രത്ത് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ 2ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് എന്നെക്കാൾ വലിയൊരു ഹാർമോണിയം ആണ് ഞാൻ വായിച്ചത്. വലിയ 4 റീഡ് ഹാർമോണിയമാണ്, കണ്ണൻ്റെ പെട്ടി എന്ന് പറയാറുള്ള വളരെ ഫേമസ് ആയിട്ടൊരു ഹാർമോണിയമാണ്. അതിപ്പോഴും ഉണ്ട്. ആ ഹാർമോണിയത്തിലാണ് ഞാൻ വായിച്ച് തുടങ്ങുന്നത്, ആദ്യമായിട്ട് സ്റ്റേജിൽ വായിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത് ട്രിവാൻഡ്രത്ത് ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ എനിക്ക് മ്യൂസിക്കിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടാനൊക്കെ കാരണം. അവിടെ വന്നപ്പോൾ ആണ് യൂത്ത് ഫെസ്റ്റിവലിന് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഗ്രൂപ്പ് സോങ്ങിന്, വൃന്ദവാദ്യം, അങ്ങനെ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ അന്ന് പഠിപ്പിച്ചിരുന്ന സാറുമാരും എല്ലാവരും, പിന്നെ സ്കൂളും തീർച്ചയായിട്ടും മ്യൂസിക്കിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും പ്രൊമോട്ട് ചെയ്യുന്നവരുമായിരുന്നു. അപ്പോൾ എന്നിലെ മ്യൂസിക്കിനെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അത് വളർത്താൻ ഒരുപാട് സ്കൂൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അവിടെ അന്ന് ഗ്രൂപ്പ് സോങ് പഠിപ്പിച്ചിരുന്നത് പരമാനന്ദൻ എന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹം ഇപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് സോങ് ഒക്കെയാണ് ആദ്യം പഠിച്ചു തുടങ്ങുന്നതും. ഇപ്പോൾ കോമ്പറ്റീഷന് പോകുമ്പോൾ അന്ന് ഞാൻ ഹാർമോണിയമാണ് വായിക്കുന്നത്, അവർ പാടുന്നവരുണ്ടാവും. അന്നത്തെ പാട്ടുകാർ നമ്മുടെ ഇന്നത്തെ വിധു പ്രതാപ് ഒക്കെ ഞങ്ങളെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നവരാണ്. എൻ്റെ 1 വർഷം ജൂനിയറാണ്, എന്നാലും നമ്മളെല്ലാം സ്കൂളിൽ തൊട്ടുള്ള പരിചയമാണ്. അങ്ങനെ ഒരുപാട് പേര് ക്രൈസ്റ്റ് നഗറിൻ്റെ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സിനിമാ ഫീൽഡിൽ നിന്ന് കത്തി നിൽക്കുന്ന ഒരുപാട് പേര് അതിൽ നിന്ന് ഉള്ളതാണ്. നമ്മളെക്കാട്ടിയും സീനിയറായിട്ട് പഠിച്ചതാണ് ശങ്കർ രാമകൃഷ്ണൻ, അനൂപ് മേനോനൊക്കെ ഇതേ സെയിം ക്രൈസ്റ്റ് നഗറിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്ന് വൃന്ദവാദ്യം, അതാണ് ഞങ്ങൾ സ്റ്റേറ്റിന് പോയിട്ടുള്ളത്, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇത് മ്യൂസിക് വൃന്ദവാദ്യത്തിൻ്റെ ഓർക്കസ്ട്ര ടീമിന് ഞങ്ങളെ മുരുകൻ സാറുണ്ടായിരുന്നു, ജോബി സാറുണ്ടായിരുന്നു, സ്റ്റാൻലി സാറുണ്ടായിരുന്നു. സ്റ്റാൻലി അങ്കിൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, കാരണം അദ്ദേഹം ഡാഡിയുടെ കൂടെ കൊയറിനൊക്കെ ഗിറ്റാർ വായിച്ചിരുന്നു. പിന്നെയാണ് അദ്ദേഹം അവിടെ സാറായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ലൊരു ഓർമ്മയും നല്ലൊരു കാലമായിരുന്നു ആ സ്കൂൾ കാലഘട്ടം. അവിടെ നിന്ന് ഞാൻ പിന്നെ പോയത് നേരെ മാർവാനിസ് കോളേജിലേക്കാണ്. അതാണ് ശരിക്കും വഴിത്തിരിവ്. മാർവാനിസ് കോളേജിൽ എത്തിപ്പെട്ടത് ഞാൻ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഞാൻ 4th ഗ്രൂപ്പാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഡിഗ്രിയും അവിടെ തന്നെ ആയിരുന്നു. ഞാൻ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് വെസ്റ്റേൺ പെഡൽ ഓർഗനാണ് വായിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള അവിടെ നിന്നാണ് കൂടുതൽ എനിക്ക് മ്യൂസിക് ഞാൻ പിന്നെയും കൂടുതൽ പഠിച്ചതുമൊക്കെ. മാത്രമല്ല മ്യൂസിക് കമ്പോസിഷനും ഒരു അവസരം കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം കോളേജിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരു ഗ്രീക്ക് ഡ്രാമ, അഗമെനൻ എന്ന് പറയുന്ന ഗ്രീക്ക് ഡ്രാമ അവിടുത്തെ സാറ് ജോർജ് സക്രിയ സാറ് ഡയറക്റ്റ് ചെയ്തതാണ്. അതിനെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി ഒരു അവസരം എനിക്ക് തരികയുണ്ടായി. അന്നൊന്നും ഞാൻ അതുവരെ അങ്ങനെ മ്യൂസിക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ സാറ് പറഞ്ഞു,
റോണി ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ആ ഒരു വലിയ ധൈര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ കടക്കുന്നത്. അത് പക്ഷേ വളരെ അമച്വറായിട്ടാണ്. എന്നാലും അങ്ങനെ ഒരു അവസരം തന്നതും എന്നിലെ ഒരു മ്യൂസിക് കമ്പോസറിനെ ഉണർത്തി എന്നൊക്കെ പറയാം. അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മാത്രമല്ല പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്യുന്നതും പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ്. എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ പഠിച്ചത് ജോർജ് മാത്യു, എൻ്റെ ഫ്രണ്ട്, അവൻ ക്ലാസ്സിൽ അവൻ പാട്ട് എഴുതും നന്നായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇടവേളകളെല്ലാം ഈ പാട്ടുകളാണ്. അവൻ ഏതെങ്കിലും ഒരു പാട്ട് എഴുതി തരും, ഞാൻ അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്യും. അങ്ങനെ ഒരുപാട് പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്യാൻ ഞങ്ങൾ പോയി ഈ പാട്ടും കമ്പോസിങ് ഒക്കെ ആയിട്ട് പലയിടത്തുമൊക്കെ പോയി ഇരുന്ന് എഴുതാറുണ്ട്. ചിലപ്പോൾ ആ മൂഡ് നല്ലതായിരിക്കും. ഞാൻ ചിലപ്പോൾ ഒരു ട്യൂണിടും, അവൻ എന്തെങ്കിലും എഴുതും, അല്ലെങ്കിൽ അവൻ ആദ്യം ലിറിക്സ് എഴുതും. അങ്ങനെ ഒത്തിരി പാട്ടുകൾ ചെയ്തു തുടങ്ങി. അതേ സമയത്ത് തന്നെയാണ് എനിക്ക് നമ്മുടെ കോളേജിൽ തന്നെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച അനീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സിന് ഒരു ആഡ് ഏജൻസി ഉണ്ടായിരുന്നു, ഗ്ലോബൽ ആഡ് ഏജൻസി എന്ന് പറഞ്ഞിട്ട്. അവർ ആണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ആഡ് ഫിലിം ചെയ്യാനായിട്ടൊരു അവസരം തരുന്നത്. ഹാൻഡ് വീവ് എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതും പ്രീ ഡിഗ്രി സമയത്താണ്. അപ്പം ഇതെല്ലാം അവിടെ വെച്ചാണ് ഒത്തു വന്നു എന്ന് എനിക്ക് പറയാം. ആ ഹാൻഡ് വീവിൻ്റെ ആഡ് ഞാൻ അവിടെ അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം അവർ വീണ്ടും എനിക്ക് ചെറിയ ചെറിയ ആഡ് ഫിലിംസൊക്കെ തരാൻ തുടങ്ങി. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. എന്നെപ്പോലെ ഒരാളെ വിശ്വസിച്ച് ഒരു ആഡ് ഫിലിം തരിക എന്ന് പറയുന്നത്. ഈ ആഡ് ഫിലിമിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം ഈ പറയുന്ന പോലെ 30 സെക്കൻഡേ കാണുള്ളൂ. അതിൽ നമ്മളൊരു പ്രോഡക്റ്റ് കൺവേ ചെയ്യാൻ ശ്രമിക്കണം, മ്യൂസിക് കൊണ്ടാണെങ്കിലും. അപ്പോൾ ആ മ്യൂസിക് കൊണ്ട് അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അവരെനിക്ക് വീണ്ടും ചാൻസ് തന്നു. അവിടെ നിന്നുള്ള ആ തുടർച്ച പിന്നെ ഞാൻ സീഡിറ്റ് പോലെയുള്ള കമ്പനി, സീഡിറ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഈ സർക്കാരിൻ്റെ കുറേ പ്രോജക്ട്സ് ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞാൻ സീഡിറ്റിന് വേണ്ടി കുറേ മ്യൂസിക്സ് ചെയ്തു കൊടുത്തു. അത് പല ചാനലുകളും ദൂരദർശനിലും ഉൾപ്പെടെ പല ചാനലുകളിലും അന്ന് വരുന്നുണ്ടായിരുന്നു. ഈ ഫില്ലേഴ്സായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഈ പ്രോജക്റ്റ് ആയിരിക്കാം, അവരുടെ ഇപ്പോൾ ഫോറസ്റ്റിനെ ബേസ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡോക്യുമെൻ്ററീസും അല്ലാണ്ടുമൊക്കെ മ്യൂസിക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അതേ സമയത്ത് തന്നെയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ആൽബം, ഇതേപോലെ കോളേജിന് വേണ്ടിയിട്ടൊരു ആൽബം ആദ്യം ചെയ്തു. അങ്ങനെ അത് ഞാൻ റെക്കോർഡ് ചെയ്തത് ട്രിവാൻഡ്രത്തുള്ള ആരബി സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ആരബി എന്ന് പറയുന്നത് നമ്മുടെ അർജുനൻ മാഷിൻ്റെ മകൻ അനിച്ചേട്ടൻ്റെ സ്റ്റുഡിയോ ആണ്. അങ്ങനെയാണ് ഞാൻ അനിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, കാരണം ഡാഡിയുടെ വർക്ക് അവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ അനിച്ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ആൽബം കൂടെ ഞാൻ ചെയ്തു. ശരിയാണ്. അതിന് മുമ്പ് ഞാൻ ഒരു ആൽബം ഡാഡി ചെയ്ത ഒരു വർക്കിൽ ഒരു പാട്ട് ഞാൻ ചെയ്യുകയുണ്ട്. അങ്ങനെയാണ് അത്. പക്ഷേ വേറെ സ്റ്റുഡിയോ, കാർത്തിക എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണ് അനിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. പക്ഷേ കൂടുതൽ അടുക്കുന്നത് ഈ കോളേജിൻ്റെ ആൽബം ചെയ്യുമ്പോഴാണ്. അത് കോളേജിലെ 3-4 സുഹൃത്തുക്കൾ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിലെ പാട്ട് അവിടെ ഞാൻ തന്നെയാണ്. അന്ന് എനിക്ക് ഒരു N3 കീബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കീബോർഡിൽ ഞങ്ങളിത് പ്രോഗ്രാം ചെയ്ത് അങ്ങനെ. അപ്പോൾ എനിക്ക് അനിച്ചേട്ടനെ എൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും എനിക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞു തരുകയും ചെയ്യും. അനിച്ചേട്ടനെ സംബന്ധിച്ചോളം അദ്ദേഹം AR റഹ്മാൻ്റെ കൂടെ നിന്ന് വന്ന ആളാണ്. അപ്പോൾ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഒരുപാട് അറിയാവുന്നതാണ്. അപ്പോൾ ആ ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ ടിപ്സ് ഞാൻ എടുത്ത് ഞാൻ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അതുപോലെയൊക്കെ ഞാൻ തിരിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അനിച്ചേട്ടൻ തന്നെ ഞാൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എനിക്കുള്ള ചെറിയ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുറത്തുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ സമയത്ത് എന്നെ വൈപ്പിൻ സുരേന്ദ്രൻ മാഷിൻ്റെ നാടകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ കൊണ്ടുവന്നാക്കി കീബോർഡ് വായിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം പുറത്തുള്ളൊരു മ്യൂസിക് ഡയറക്ടറിന് വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ചെയ്യാൻ പറ്റില്ല, പിന്നെ ലൈവാണ്. അതുപോലെ തന്നെ അർജുനൻ മാഷിൻ്റെ നാടകത്തിനും വായിക്കാനായിട്ട്, എല്ലാം സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ പോലും
അതൊക്കെ ഒരു ടെൻഷനായിരുന്നു ആദ്യം. പിന്നെ അത് സത്യം പറഞ്ഞാൽ ഞാനത് ആസ്വദിച്ചു തുടങ്ങി. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. മാഷിൻ്റെത്, അർജുനൻ മാഷിൻ്റെതാണെങ്കിലും വൈപ്പിൻ മാഷിൻ്റെതാണെങ്കിലും അങ്ങനെ ആ സമയത്ത് പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വളരെ സീനിയേഴ്സായിട്ടുള്ള ലെജൻഡായിട്ടുള്ള പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ദേവരാജൻ മാഷ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ 1-2 വർക്കുകളിൽ എനിക്ക് കീബോർഡ് വായിക്കാൻ, റെക്കോർഡിങ്സിന് വായിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ദേവരാജൻ മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു നല്ലൊരു സംഗീതജ്ഞനായി വരുമെന്ന് എന്നെ ഞാൻ ജനിച്ച് ആദ്യം കാണാൻ വന്നത് ദേവരാജൻ മാഷാണ്. എടുത്ത് തലയെ തൊട്ട് അനുഗ്രഹിച്ച കാര്യം എപ്പോഴും ഡാഡി പറയാറുണ്ട്. ദേവരാജൻ മാഷിൻ്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാവും, കാരണം നീ ഒരു നല്ല സംഗീതജ്ഞനായി വരുമെന്ന് ദേവരാജൻ മാഷ് അനുഗ്രഹിച്ചതായി എപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രീ ഡിഗ്രി ആ സമയത്ത് എൻ്റെ 1 വർഷം സീനിയറായിട്ട് പഠിച്ചതാണ് ബാലഭാസ്കർ. അപ്പോൾ ഞങ്ങൾ അന്ന് കോളേജിൽ വെച്ചിട്ട് ഒരു ടീമൊക്കെ ഉണ്ടാക്കി ബാലഭാസ്കറിൻ്റെ ഫ്യൂഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കീബോർഡ്, ബാലു വയലിൻ വായിക്കും. ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട് കോമൺ, നന്ദു എന്ന് പറഞ്ഞിട്ട്, ട്രിവാൻഡ്രത്ത് നാദബ്രഹ്മ എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് മ്യൂസിക് നടത്തുന്നത് നന്ദുവാണിപ്പോൾ. നന്ദുവിൻ്റെ ഫാദർ തുടങ്ങിയതാണ്. ഞങ്ങൾ 3 പേരും കൂടെ അന്ന് ഒരുപാട് പ്രോഗ്രാംസിന് ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കീബോർഡ് ഇല്ല, ഞങ്ങൾ റെൻറ്റിനൊക്കെ എടുത്താണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പരിപാടി ചെയ്യുക എന്നുള്ളതാണ്. പൈസയൊക്കെ ഒന്നും കിട്ടില്ല, 3 പേർക്കും കൂടെ ചിലപ്പം വല്ല 500 രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതിൽ 250 രൂപ കീബോർഡിൻ്റെ റെൻറ്റിന് പോകും. പിന്നെ ഈ കിട്ടുന്നത് വെച്ച് ഞങ്ങൾ എവിടെയെങ്കിലും പരിപാടി കഴിഞ്ഞ് തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അതൊരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. ആ ഒരു സൗഹൃദ ബന്ധം ബാലു പോകുന്നത് വരെയും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതൊരു വലിയ സങ്കടമായി മനസ്സിൽ കിടക്കുകയാണ്. ഞാനിത് ഇടയ്ക്കുള്ളൊരു കാര്യം വിട്ടുപോയത് ഞാൻ വീണ്ടും പുറത്തെടുത്തതാണ്. ഇങ്ങനെയായിരുന്നു എൻ്റെ ഈ കോളേജിൻ്റെ ലൈഫ്. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ യൂണിവേഴ്സിറ്റി 5 വർഷം വിന്നറായിരുന്നു, 2 വർഷം നാഷണൽ വിന്നറായിരുന്നു. അപ്പോൾ ആ കാലഘട്ടമൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഗാനമേളയ്ക്ക് പോയിട്ടുണ്ട്. അത് നമ്മൾക്കൊരു യൂണിവേഴ്സിറ്റി ടീം ഫോം ചെയ്തിരുന്നു, ഗോൾഡൻ ടാലൻസ് എന്ന് പറഞ്ഞിട്ട്. അത് MNC ബോസാറായിരുന്നു അത് നടത്തിയിരുന്നത്, സ്റ്റുഡൻസ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഗാനമേള പരിപാടിക്കൊക്കെ അങ്ങനെ പോയി. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ അധികം അങ്ങനെ ഗാനമേളയ്ക്ക് പോയില്ല. ഞാൻ കൂടുതൽ പിന്നെ റെക്കോർഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ആ സമയത്താണ് അർജുനൻ മാഷിൻ്റെ വർക്കിനും ഒക്കെ ആയിട്ട് അവസരം വന്നതും. പിന്നെ ഞാൻ റെക്കോർഡിങ്ങിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ചേതന സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. ദാഹിക്കുന്നെന്നുള്ളം ദൈവമേ എന്ന് പറയുന്ന ഗാനമാണ് ഞാൻ കമ്പോസ് ചെയ്ത്. അത് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഡാഡിയുടെ ബ്രദറാണ്, മൂത്ത ചേട്ടനാണ്, OV ജോസഫ്. അദ്ദേഹം ധാരാളം പാട്ടുകൾ രചിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അനേകം ഗായകരൊക്കെ പാടിയിട്ടുണ്ട്, ദാസാർ ഉൾപ്പെടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പറയുന്ന പോലൊരു കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ തന്നെ സുഹൃത്തായ ഗായകൻ കൂടിയായ ബെൻ മോഹൻ എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കായിരുന്നു, അദ്ദേഹത്തിൻ്റെ പാട്ടുകളായിരുന്നു. പക്ഷേ ഒരു പാട്ട് മാത്രം, എൻ്റെ പാട്ട് അദ്ദേഹം അതിലേക്ക് വെച്ചു. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം അത് ചെയ്തതാണ്. അത് അന്ന് പാടിയത് കെസ്റ്ററാണ്. അതിൻ്റെ ഓർക്കസ്ട്രേഷനും എല്ലാം ചെയ്തത് ആ പാട്ടിൻ്റെ ഞാൻ തന്നെയായിരുന്നു. പക്ഷേ കീബോർഡ് പ്രോഗ്രാം ചെയ്തതും ഡ്രമ്മൊക്കെ വേറെയാണ്. എന്നാലും ഞാനത് തന്നെയാണ് അതിൻ്റെ നൊട്ടേഷൻ എഴുതിയെല്ലാം കൊടുത്തതും. അതാണ് എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ പിന്നെയും ഒരു ആൽബം കാസറ്റായിട്ടൊക്കെ ചെയ്തത് ഈ കോളേജിൻ്റെ ഒരു വർക്ക് ചെയ്തു. അതല്ലാണ്ട് ദയാപരൻ എന്ന് പറയുന്നൊരു ഡിവോഷണൽ കാസറ്റാണ് പിന്നെ ഞാൻ ചെയ്തത്. എൻ്റെ തന്നെ പാട്ടുകളായിരുന്നു. പല 3-4 പേര് അതിൽ ലിറിക്സ് എഴുതിയിട്ടുണ്ട്. ജോർജ് ഉണ്ട്, പിന്നെ ബിച്ചു തിരുമല സാർ എഴുതിയിട്ടുണ്ട്, അതിൽ മമ്മി എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ ശാന്തി എന്ന് പറയുന്നിട്ടൊരു ഫ്രണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പേര് എഴുതിയ ഗാനങ്ങൾ, ഒരു 10 പാട്ട്. അതിൽ ഓൾമോസ്റ്റ് അന്നത്തെ എല്ലാ സിംഗേഴ്സും പാടിയിട്ടുണ്ട്. ശ്രീകുമാരേട്ടനും ഒക്കെ പാടിയിട്ടുണ്ട്, കെസ്റ്ററുണ്ട്.
അപ്പോൾ അതൊരു 10 പാട്ട് അങ്ങനെയാണ്. അത് ട്രിവാൻഡ്രത്ത് തന്നെ ഒരു സ്റ്റുഡിയോയിലാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അർജുന മാഷിൻ്റെയും ഒക്കെ ഇങ്ങനെ വർക്കിന് വായിച്ച് തുടങ്ങിയത്. പിന്നെ ഞാൻ അതിന് ശേഷം മോഹൻ സിത്താര അദ്ദേഹത്തിൻ്റെ കൂടെ കീബോർഡിസ്റ്റായിട്ട് ഞാൻ പോയി. അതിന് കാരണക്കാരൻ ഗണേശൻ എന്ന് പറയുന്ന അറേഞ്ചറുണ്ട്, ഗണേശ് ചേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഈ അർജുന മാഷിൻ്റെ വർക്കിനാണെങ്കിലും പല വർക്കിനാണെങ്കിലും അദ്ദേഹം റിതം പ്രോഗ്രാം ചെയ്യാൻ വരാറുണ്ട്. എൻ്റെ വർക്കിനും അദ്ദേഹം റിതം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഗണേശൻ എന്നെ മോഹൻ സിത്താരയുടെ വർക്കിന് വേണ്ടിയിട്ട് വിളിക്കുന്നതും. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് മോഹൻ സിത്താര അദ്ദേഹത്തിൻ്റെ ഒരു ഓണ കാസറ്റാണ്, ദാസാർ തരങ്ങണി പ്രൊഡ്യൂസ് ചെയ്ത ഓണ കാസറ്റാണ് ഞാൻ അത് പ്രോഗ്രാം ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിന് വിളിക്കുന്നത്. അത് സിനിമയുടെ പേര് വാർ ആൻഡ് ലവ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് പിന്നെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ ഞാൻ കീബോർഡിസ്റ്റായിട്ടും അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹിറ്റ് പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കീബോർഡ് എൻ്റെ ഒരു സോങ്ങൊക്കെ ഞാൻ തന്നെയാണ് റിതം പ്രോഗ്രാം ചെയ്യുന്നതെങ്കിലും സിനിമാ പാട്ടുകളൊന്നും ഞാൻ അങ്ങനെ റിതം പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാലും അതും ഇതുപോലെ മോഹൻ സിത്താര അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അന്ന് റിതം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് ബെന്നി ജോൺസനാണ്, ബെന്നി ചേട്ടനാണ് ചെയ്യുന്നത്. ഒരു ദിവസം അദ്ദേഹം എത്താൻ വൈകിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു പാട്ട് റിതം പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അത് ഗണേശ് ചേട്ടൻ കാരണമാണ്. ഗണേശ് ചേട്ടന് ഞാൻ റിതം പ്രോഗ്രാം ചെയ്യുന്നറിയാം, റോണി ഒരു പാട്ട് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ്. പക്ഷേ ഞാൻ സിമ്പിളായിട്ടൊരു പാട്ടായിരിക്കും എന്ന് വിചാരിച്ചു ചെയ്തത്. പക്ഷേ കുട്ടനാടൻ കായലിലെ എന്ന് പറയുന്ന കാഴ്ചയിലെ പാട്ടായിരുന്നു. ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഒരു റിതം പ്രോഗ്രാം ചെയ്യുന്നത്. അതിൻ്റെ കീബോർഡും റിതവും എല്ലാം ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തു. അത് പിന്നെ ആ പാട്ട് വലിയൊരു ഹിറ്റാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. അതിനുശേഷം പിന്നെ മോഹൻചാൻ്റെ വർക്കുകളിലൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് ഋതവും കൂടെ ചേർത്ത് പ്രോഗ്രാം ചെയ്യാൻ പറയും. അങ്ങനെ ഒരുപാട് സിനിമകൾ, രാപ്പകൽ, ഭ്രമരം ഉൾപ്പെടെ നിരവധി സിനിമകൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തു. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് MG ശ്രീകുമാരേട്ടൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമുക്കാൽ സിനിമകളും ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഞാനാണ്. ശ്രീകുമാരേട്ടൻ ത്രൂ ആണ് എനിക്ക് പ്രിയദർശൻ സാറിനെയൊക്കെ പരിചയം. അതിലേക്ക് വരാം. അതല്ലാതെ അതുകൂടാതെ ഔസേപ്പച്ചൻ സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്രം ലെജൻഡായ ശിവമണി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നവർക്കൊക്കെ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്. മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ പടങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ വന്നത് കീബോർഡിസ്റ്റായിട്ടാണ്. അത് ഞാൻ ഒരിക്കലും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും ഞാനൊരു പ്രോഗ്രാമറായി വിളിക്കുകയാണെങ്കിൽ ഞാൻ അതും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എൻ്റെ പിന്നെയുള്ള സിനിമകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ എന്നെ ഒരുപാട് ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പല മ്യൂസിക് ഡയറക്ടേഴ്സും അതൊരു പല രീതിയിലുള്ളൊരു ക്ലാസ് തന്നെ ആണെന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇമോഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വളരെ ഹെവി ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു മ്യൂസിക് ചിലപ്പോൾ അതിന് വളരെ ലൈറ്റായിട്ടുള്ളൊരു സബ്ലൈൻ മതിയായിരിക്കും. ആ സീനിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. ചിലപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സീൻ ഭയങ്കര മോശമായി ചിലപ്പോൾ താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കുന്നത് ഇതുപോലെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്തതിന് ശേഷമാണ്. നമ്മൾക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രോഗ്രാമിങ് നമുക്ക് പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തേ പല കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് എൻ്റെ ലൈഫിൽ ആ രീതിയിൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്.